ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഒരു പുതുമയുള്ള ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുത്തിട്ടുള്ളത്. അപ്പോൾ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ അതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. ഇപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എരിവ് കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലക്ക് അതിൽ പിടിച്ച് അതിൻ്റെ ഒരു പച്ചമണക്കൊന്ന് മാറി കിട്ടിയാൽ ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണിത്. ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കന് പകരമായിട്ട് വെജിറ്റബിൾസോ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ള 2 വീഡിയോയും മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൻ്റെ മസാല എങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കിൽ കയറി നോക്കിയാലും മതിയാവും. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 5 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് നിർബന്ധമൊന്നുമില്ല, പാലിന് പകരം ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അവസാനം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ അളവ് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3/4 പേക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് സൈഡ് ഭാഗത്തും താഴ്ഭാഗത്തൊക്കെ എല്ലാ ഭാഗത്തുമായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബ്രെഡ് ഓരോന്നായിട്ട് എടുത്ത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് താഴ്ഭാഗത്ത് നിരത്തി വെച്ച് കൊടുക്കാം. താഴ്ഭാഗത്ത് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ സൈഡിൽ വിടവൊന്നും ഇല്ലാതെ കറക്റ്റിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടൊക്കെ സൈഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതുപോലെ താഴ്ഭാഗത്ത് എല്ലാ ഭാഗത്തും ഒന്ന് നിരത്തി ബ്രെഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സൈഡ് ഭാഗത്ത് ബ്രെഡിൻ്റെ ഓരോ സൈഡ് ഭാഗത്തും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് 1 ടേബിൾ സ്പൂൺ ആ ഒരു ബാറ്ററും കൂടെ എല്ലാ സൈഡിലായിട്ടും ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓരോ ബ്രെഡും എടുത്തിട്ട് ഇതുപോലെ ഹാഫായിട്ട് മുറിച്ചിട്ട് സൈഡിലും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കൂട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ കൂട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിൽ നേരത്തെ ചെയ്ത പോലെ ബ്രെഡ് ബാറ്ററിൽ മുക്കിയിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിലായിട്ട് ഒന്ന് ബ്രെഡ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടൊക്കെ ബാറ്ററിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ബാറ്റർ ആദ്യം സൈഡിലൂടെ ആയിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 25 മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകൾ ഭാഗം ഒന്ന് തൊട്ട് നോക്കുമ്പോൾ ഒട്ടലൊന്നും ഉണ്ടാവില്ല, കറക്റ്റായിട്ട് ഒട്ടിയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. പിന്നെ ഓരോ ബ്രെഡും പരസ്പരം ഒട്ടിയിട്ടും ഉണ്ടാവും. ഇനി മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് മറിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ്റെ മസാലയോ വെജിറ്റബിൾസിൻ്റെ മസാലയോ അല്ലെങ്കിൽ മുട്ട വെച്ചിട്ടൊക്കെ മസാല റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക് യു.